ലതാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാബുദാന കിച്ചടി എന്ന് പറയും. അതായത് സാബൂനരി എന്നാണ് നമ്മൾ പറയാറ് ഇവിടെ. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് സാബൂനരി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് എടുത്തതിന് ശേഷം അതൊരു 4-5 പ്രാവശ്യം വെള്ളത്തിൽ നല്ല പോലെ വാഷ് ചെയ്തെടുക്കുക. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളയണം. എന്നിട്ട് അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ കിട്ടും. നമ്മൾ വെള്ളം ഊറ്റി കളയാനൊന്നും ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു, അത് ഡിലീറ്റ് ആയിപ്പോയി. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഒരു 1-2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്ക് നിലക്കടല വറുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മുളക്, പച്ചമുളക്, ഇഞ്ചി അങ്ങനത്തെയൊക്കെ വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് നിലക്കടല ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുത്ത നിലക്കടലയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചൂടാക്കണേ ഉള്ളൂ. ഞാൻ വറുത്ത നിലക്കടല തന്നെയാണത്. പച്ച നിലക്കടലയാണെങ്കിൽ അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കേണ്ടി വരും. അപ്പോൾ അത് നിലക്കടല ഒന്ന് എണ്ണയിൽ റോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാനിപ്പോൾ അത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിക്കാനുള്ളതാണ്. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ജീരകം, 2 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത്, പിന്നെ അല്പം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷമാണ് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച പൊട്ടറ്റോ ചെറുതാക്കി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ തക്കാളി ചെറുതാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല പോലെ അതിലൊന്ന് വഴറ്റിയെടുക്കണം. വേവിച്ചതാണെങ്കിലും അതിൽ ആ എണ്ണയിൽ ഇത് വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അല്പം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടല അത് തണുത്തതിന് ശേഷം ഞാൻ അതൊന്ന് ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. മിക്സിയിൽ പൊടിച്ചിട്ടുള്ള നിലക്കടല ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഊറ്റി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു കപ്പ് സാബൂനരിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചാൽ കറക്റ്റായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കടല വറുത്തത് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നീട് അല്പം നാരങ്ങ നീരും കൂടിയാണ് ഞാനതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കടലപ്പൊടിയും നാരങ്ങ നീരും മറ്റേ അരി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അപ്പോഴേക്കും മറ്റേ പൊട്ടറ്റോ തക്കാളിയൊക്കെ ഇതാക്കി വെച്ചിട്ടില്ല, റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ആ എടുത്ത് വെച്ചിട്ടുള്ള സാബൂനരി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, കടല എല്ലാം കൂടി ആയിട്ടുള്ളത്, അത് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഞാൻ അല്പം
പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ സാബുനരി 1 കപ്പ് സാബുനരി കഴുകിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളരെ ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. കാരണം അതിൻ്റെ എല്ലാം എരിവും ഉപ്പും ഒക്കെ ഒരുമിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മല്ലിയിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ സാബുദാന കിച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റാണ് ഇത്. സാധാരണ ഇങ്ങനെ വ്രതങ്ങളൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ എപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനും ഇപ്രാവശ്യം ഏകാദശി വ്രതത്തിന് ഇത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും.